വീണ്ടും വാർത്തകളിലേക്ക്. ലീഡർ കെ കരുണാകരന്റെ 96ാം ജന്മദിനാഘോഷം തീരദേശത്തെ വിവിധയിടങ്ങളിൽ ആചരിച്ചു. യൂത്ത് കോൺഗ്രസ് നാട്ടിക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ തൃപ്പയാർ സെന്ററിൽ കരുണാകര ഛായാചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തി. KPCC അംഗം ശിവൻ കണ്ണോളി ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് PM സിദ്ദിഖ് അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് VR വിജയൻ, കോൺഗ്രസ് ഐ മണ്ഡലം പ്രസിഡന്റ് MR രാജൻ, നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനിൽ പുളിക്കൻ, DCC അംഗങ്ങളായ PV ജനാർദ്ദനൻ, C അയ്യപ്പക്കുട്ടി, പ്രേമചന്ദ്രൻ വടക്കേടത്ത്, VC രാമനാഥൻ, നൌഷാദ് ആറ്റുപറമ്പത്ത് എന്നിവരും സംസാരിച്ചു. വലപ്പാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പുഷ്പാർച്ചന നടത്തി. മണ്ഡലം പ്രസിഡന്റ് EV ദശരഥൻ, K ദിലീപ് കുമാർ, TU ഉദയൻ, TN സുനിൽകുമാർ, KV വിജയൻ, സുമേഷ് പാനാട്ടിൽ എന്നിവർ നേതൃത്വം നൽകി. നാട്ടിക ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ലീഡർ കെ കരുണാകരനെ അനുസ്മരിച്ചു. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് K ദിലീപ് കുമാർ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് VR വിജയൻ അധ്യക്ഷനായി. നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അനിൽ പുളിക്കൻ മുഖ്യ പ്രഭാഷണം നടത്തി. ശിവൻ കണ്ണോളി, TU ഉദയൻ, അഡ്വക്കേറ്റ് TN സുനിൽകുമാർ, EV ദശരഥൻ, PV ജനാർദ്ദനൻ എന്നിവരും സംസാരിച്ചു. INDECയുടെ നേതൃത്വത്തിൽ കെ കരുണാകരൻ അനുസ്മരണം നടത്തി. പാലപ്പെട്ടി സരസ്വതി വിലാസം UP സ്കൂളിൽ നടന്ന അനുസ്മരണ സമ്മേളനം V പ്രഭാകരൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. അദ്ദേഹം തന്റെ പാർട്ടിക്കും രാജ്യത്തിനും വേണ്ടി ചെയ്ത സേവനങ്ങളെ കുറിച്ച് ബോധപൂർവം ആലോചിച്ച് ഒരു തീരുമാനമെടുക്കുന്നതിൽ പല സന്ദർഭങ്ങളിലും പാളിപ്പോയിട്ടുണ്ട്. ആ പാളിപ്പോയത് മറ്റു ചില കാരണങ്ങളെ കൊണ്ടായിരുന്നു. സ്വന്തം പാർട്ടിയിലെ അണികൾ പോലും അദ്ദേഹത്തിനെതിരായിട്ടുള്ള ഗൂഢാലോചനയിൽ ഏർപ്പെട്ടിരുന്നു എന്നുള്ളതാണ് ദുഃഖ സത്യം. അതിനെ സംബന്ധിച്ച് വിശദമായിട്ട് ഞാൻ ഇവിടെ സംസാരിക്കുന്നില്ല. എന്തായിരുന്നാലും ശരി, അദ്ദേഹത്തിന്റെ അവസാന കാലം അദ്ദേഹം കോൺഗ്രസിൽ നിന്ന് പുറത്തു പോകേണ്ടി വന്നു. അറിയാലോ നമുക്ക്. DIC രൂപീകരിച്ചതും മറ്റും. TU ഉദയൻ അധ്യക്ഷനായി. KV ദാസൻ, K ദിലീപ് കുമാർ, ബാബു കൊട്ടുക്കൽ, ബാലൻ, വികാസ്, സുമേഷ് പാനാടിൽ എന്നിവരും സംസാരിച്ചു. മൂന്നുപീടിക ബീച്ച് റോഡ് വായനശാലയുടെ ആഭിമുഖ്യത്തിൽ സൗജന്യ പഠനോപകരണ വിതരണവും വൈക്കം മുഹമ്മദ് ബഷീർ അനുസ്മരണവും നടത്തി. അഡ്വക്കേറ്റ് VS സുനിൽകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വൃന്ദ പ്രേംദാസ് അധ്യക്ഷയായി. ജില്ലാ പഞ്ചായത്ത് അംഗം ഹഫ്സ ഒഫൂർ, കയ്പമംഗലം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PB താജുദ്ദീൻ, പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്ത് അംഗം വിനിത മോഹൻദാസ്, വായനശാല പ്രസിഡന്റ് അഡ്വക്കേറ്റ് PR കണ്ണൻ, സെക്രട്ടറി SM ജീവൻ, രാജേഷ് വാഴപ്പള്ളി എന്നിവരും സംസാരിച്ചു. KR സജിത ബഷീർ അനുസ്മരണം നടത്തി. ഇന്റർനെറ്റിലും മൊബൈലിലും ആകെ കുറച്ച് അപ്പോഴത്തെ നമ്മൾക്കുള്ള ആനന്ദം മാത്രമേ കിട്ടുള്ളൂ. നമ്മൾ വായിച്ചറിയുന്നത് എപ്പോഴും അത് തുടർന്നുകൊണ്ടേയിരിക്കും. നിങ്ങൾ വലുതായി വലിയ ഒരു പ്രാസംഗികരാകണമെങ്കിൽ ഇഷ്ടംപോലെ വായിക്കണം. ഇപ്പൊ ഞങ്ങൾക്കൊക്കെ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്കൊന്നും ചെറുപ്പത്തിൽ ഇതുപോലെ ലൈബ്രറികളോ അങ്ങനെ കുറെ കാര്യങ്ങളോ പുസ്തകങ്ങളോ തരാൻ ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പോഴൊന്നും അധികം വായിച്ചിരുന്നില്ല. സ്കൂളിൽ പുസ്തകം മാത്രം വായിക്കും, പഠിക്കും, അത്രയൊക്കെ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാനൊക്കെ ഇപ്പോഴും പ്രസംഗിക്കുന്നൊക്കെ പറയുന്നത്. വേണ്ടത്ര സുരക്ഷാ സൗകര്യങ്ങളില്ലാത്തതിനെ തുടർന്ന് അഴീക്കോട് മുനമ്പം ബോട്ട് സർവീസ് പോലീസ് നിർത്തിവെപ്പിച്ചു. വേണ്ടത്ര സുരക്ഷാ സംവിധാനങ്ങൾ ഇല്ലാതെയാണ് ബോട്ട് സർവീസ് നടത്തുന്നതെന്ന് ചൂണ്ടിക്കാണിച്ച് അഴീക്കോട് നേതാജി യൂത്ത് സെന്റർ നൽകിയ പരാതിയെ തുടർന്നാണ് പോലീസ് നടപടി. ബോട്ടിന്റെ രേഖകൾ സ്റ്റേഷനിൽ ഹാജരാക്കുവാൻ കരാറുകാരന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. 20 പേരെ മാത്രം കയറ്റാൻ ശേഷിയുള്ള ബോട്ടിൽ ഇരട്ടിയോളം യാത്രക്കാരെ കയറ്റുന്നതായി വ്യാപകമായി പരാതി ഉണ്ടായിരുന്നു. അടിയൊഴുക്കും ഓളവുമില്ലാത്ത തടാകങ്ങളിൽ സർവീസ് നടത്തുന്ന ബോട്ടാണ് ഇവിടെ സർവീസ് നടത്തുന്നത്. ബോട്ടിന്റെ സുരക്ഷാ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ച യാത്രക്കാരെയും പൊതുപ്രവർത്തകരെയും ബോട്ട് ജീവനക്കാർ ഭീഷണിപ്പെടുത്തിയതായും പരാതിയുണ്ട്. വർഷങ്ങൾക്ക് മുൻപ് അഴീക്കോട് മുനമ്പം ഫെറിയിലെ ജങ്കാർ തകരാറിലായതിനെ തുടർന്ന് ഏറെ നാളത്തെ യാത്രാ സ്തംഭനത്തിനൊടുവിൽ കരാറുകാരൻ കൊണ്ടുവന്ന ബോട്ട് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ഇല്ലാത്തതാണെന്ന് വ്യക്തമായതിനെ തുടർന്ന് നേരത്തെ സർവീസ് നിർത്തിയിരുന്നു. പിന്നീടാണ് പുതിയ ബോട്ട് സർവീസ് ആരംഭിച്ചത്. പൂവത്തുംകടവ് ഫാർമേഴ്സ് സർവീസ് സഹകരണ ബാങ്കിന്റെ മോർണിംഗ് ബ്രാഞ്ചിന്റെ ഉദ്ഘാടനവും കോർ ബ്രാഞ്ചിംഗ് ഉദ്ഘാടനവും നടന്നു. മോർണിംഗ് ബ്രാഞ്ച് ഉദ്ഘാടനം MP ഇന്നസെന്റ് നിർവഹിച്ചു. കോർ ബാങ്കിംഗ് ഉദ്ഘാടനം VS സുനിൽകുമാർ MLAയും നിർവഹിച്ചു. വളരെ സുദീർഘമായിട്ടുള്ള സേവന മനോഭാവത്തോടു കൂടിയിട്ടാണ് നമ്മുടെ സഹകരണ പ്രസ്ഥാനം മുന്നോട്ടുകൊണ്ടിരിക്കുന്നത്. ഈ സഹകരണ പ്രസ്ഥാനത്തിന്റെ സാന്നിധ്യം നമ്മുടെ സംസ്ഥാനത്ത് ജനങ്ങൾക്ക് ഒരുപാട് സേവനങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. ഇപ്പം വിദ്യാഭ്യാസ വായ്പയുടെ കാര്യത്തിലാണെങ്കിലും സാധാരണക്കാരായ ആളുകൾക്ക് ചെറുകിട കച്ചവടക്കാർക്കും കൃഷിക്കാർക്കുള്ള വായ്പകളാണെങ്കിലും ഒരു വീടിനെ സംബന്ധിക്കുന്ന കുടുംബപരമായ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ലോണുകളുടെ കാര്യത്തിലാണെങ്കിലും സഹകരണ ബാങ്കുകൾ എപ്പോഴും ജനങ്ങൾക്ക് സമീപിക്കാൻ കഴിയുന്ന സ്ഥാപനങ്ങളാണ്. കാരണം അത് ഭരിക്കുന്നത് ജനകീയമായ ഒരു കമ്മിറ്റിയാണ്. ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന മെമ്പർമാർ തിരഞ്ഞെടുക്കുന്ന ജനങ്ങളുടേതായ നേതൃത്വത്തിലുള്ള ഒരു കമ്മിറ്റിയാണ്.
ആ കമ്മിറ്റിക്കും ആ ബോർഡിനും ജനങ്ങളോടാണ് അവരുടെ പ്രതിബദ്ധതയായിട്ട് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ സഹകരണ ബാങ്കിലെ ജനങ്ങൾ, ബാങ്കുമായിട്ട് ജനങ്ങൾ എപ്പോഴും ഒരു നല്ല ബന്ധം അവർ കാത്തുസൂക്ഷിക്കാറുണ്ട്. അതിൻ്റെ എല്ലാ കാര്യങ്ങളിലും ജനങ്ങളുടെ വികാരം മനസ്സിലാക്കിക്കൊണ്ടാണ് ബാങ്കുകൾ ഇടപെടാറുള്ളത്. ഈ കഴിഞ്ഞ ഒരു പത്രത്തിൽ നിങ്ങൾ വായിച്ചിട്ടുണ്ടായിരിക്കും, കാത്തലിക് സിറിയൻ ബാങ്കിലെ മാനേജർക്കെതിരായിട്ടൊരു വീട്ടമ്മ പരാതി കൊടുത്തിരിക്കുകയാണ്. അവരോട് വളരെ മോശമായി പെരുമാറി എന്നുള്ളതുകൊണ്ടാണ്. കാരണം വിദ്യാഭ്യാസ ലോണിന് വേണ്ടി ചെന്ന ഒരു വീട്ടമ്മയോടും അവരുടെ മകനോടും വളരെ അപമാനകരമായിട്ട് അതിൽ സമീപിച്ചപ്പോൾ അവർ കേസ് കൊടുത്തു. കേസ് കൊടുക്കുകയാണെങ്കിൽ ഒരുപാട് കേസുകൾ ഈ ബാങ്കുകൾക്ക് കൊടുക്കേണ്ടി വരും. അത് നല്ലൊരു സമീപനങ്ങൾ പലപ്പോഴും പ്രത്യേകിച്ച് ന്യൂ ജനറേഷൻ ബാങ്കുകളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവാറുണ്ട്. എന്നാൽ സഹകരണ ബാങ്കുകൾ അതിന് വ്യത്യസ്തമാണ്. അതിന് കാരണം അതിന് ജനാധിപത്യ സ്വഭാവമാണ്. ബാങ്ക് പ്രസിഡന്റ് EK സിദ്ധാർത്ഥൻ അധ്യക്ഷത വഹിച്ചു. SN പുരം പഞ്ചായത്ത് പ്രസിഡന്റ് KK ആബിദ് അലി, KS മുഹമ്മദ്, KR ജൈത്രൻ, TK രമേശ് ബാബു, PK ചന്ദ്രശേഖരൻ, പുഷ്പ ശ്രീനിവാസൻ തുടങ്ങിയവരും സംസാരിച്ചു. കൈപ്പമംഗലം കൂരിക്കുഴി പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിന് സമീപം ഗൃഹനാഥനെ തോട്ടിൽ വീണ് മരിച്ച നിലയിൽ കണ്ടെത്തി. കൈപ്പമംഗലം ചാച്ചാമരം കോഴിപ്പറമ്പിൽ രാമന്റെ മകൻ വാസുവിനെയാണ് തോട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ശനിയാഴ്ച രാവിലെ 7 മണിയോടെയാണ് നാട്ടുകാർ തോട്ടിൽ കമിഴ്ന്നു കിടക്കുന്ന നിലയിൽ മൃതദേഹം കണ്ടത്. 2 ദിവസമായി ഇയാൾ വീട്ടിൽ എത്തിയിരുന്നില്ലെന്ന് വീട്ടുകാർ പറയുന്നു. നടന്നു പോകുന്നതിനിടെ കാൽ തെറ്റി തോട്ടിൽ വീണതാകാമെന്ന് കരുതുന്നതായി പോലീസ് പറഞ്ഞു. മതിവേഗം പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. വീണ്ടും പ്രധാന വാർത്തകൾ. കൈപ്പമംഗലം പഞ്ചായത്ത് ഓഫീസിലേക്ക് CPIയും യുവമോർച്ചയും മാർച്ച് നടത്തി. പെരിഞ്ഞനം പഞ്ചായത്ത് ഓഫീസിന്റെ പുതിയ കെട്ടിടം പെരിഞ്ഞനം സാംസ്കാരിക നിലയം ഇന്നസെന്റ് MP ഉദ്ഘാടനം ചെയ്തു. വേണ്ടത്ര സുരക്ഷാ സംവിധാനങ്ങളില്ലാത്തതിനാൽ അഴീക്കോട് മുനമ്പം ജങ്കാർ സർവീസ് പോലീസ് നിർത്തിവെപ്പിച്ചു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.